നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യശേഷി വികസനത്തിനും നൈപുണ്യ വികസനത്തിനും നൽകിയ സംഭാവനകൾക്ക് കിലയ്ക്ക് ദേശീയ അംഗീകാരം. ദേശീയ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാറാണ് കിലയ്ക്ക് ലഭിച്ചത്. ദേശീയ പഞ്ചായത്ത് ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനാധ്യക്ഷന്മാരുടെ യോഗം ചേർന്നു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇയർബുക്കും വോട്ടർ പട്ടിക സംക്ഷിപ്ത പുതുക്കലിന്റെ അവലോകന റിപ്പോർട്ടും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള ഗൈഡും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. കില ഹെഡ്ക്വാർട്ടേഴ്സിലും സബ് സെന്ററുകളിലും മനുഷ്യാവകാശ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യശേഷി വികസനത്തിനും നൈപുണ്യ വികസനത്തിനും നൽകിയ സംഭാവനകൾക്ക് കിലയ്ക്ക് ദേശീയ അംഗീകാരം. ദേശീയ പഞ്ചായത്ത് നൽകുന്ന പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാന പുരസ്കാരമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് കിലയെ തേടിയെത്തിയത്. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ ദേശീയ തലത്തിൽ ഒന്നാമതായാണ് കില തിരഞ്ഞെടുക്കപ്പെട്ടത്. കിലയ്ക്ക് അംഗീകാരം ലഭിച്ചതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയായി നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയ സംവിധാനമാണ് കില. പുതിയ കാലത്തിനനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കിലയിലൂടെയാണ് സർക്കാർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കിലയ്ക്ക് ലഭിച്ച ഈ പുരസ്കാരത്തിലൂടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തന്നെയാണ് അംഗീകാരം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കിലയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം കൂടുതൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പ്രചോദനമാണെന്ന് കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS പറഞ്ഞു. കിലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അവസരമാണ് ഇന്ന് നമുക്ക് കൈവന്നിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ സഹായിക്കുന്ന, സാങ്കേതികമായും അല്ലാതെയും സഹായിക്കുന്ന മികച്ച പരിശീലന കേന്ദ്രം എന്ന നിലയിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം കിലയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പരിശീലന കേന്ദ്രമാണ് കില. ഈ വർഷത്തെ ദേശീയ പഞ്ചായത്ത് അവാർഡുകളുടെ ഭാഗമായി മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കണ്ടെത്തി നൽകുന്ന അവാർഡാണ് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സതത് പുരസ്കാർ എന്ന് പറയുന്നത്. ആ അവാർഡിനാണ് കില അർഹമായിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനമാണ് കിലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവാർഡ് ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, വിശിഷ്യ ഗ്രാമപഞ്ചായത്തുകളെ അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുന്നതിനും പഞ്ചായത്തുകളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഇടപെടലുകൾക്ക് സഹായമാകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലാണ് ഈ അവാർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവാർഡ് ലഭിക്കുന്നതോടുകൂടി തന്നെ പഞ്ചായത്തുകളുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാവശ്യമായ പരിശീലനം, അതിനാവശ്യമായ ഹാൻഡ് ഹോൾഡിംഗ്, മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകളെ സഹായിക്കുക, ഈ പ്രവർത്തനങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കിന്ന് ഈ അവാർഡിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് എത്ര ശതമാനം ജനപ്രതിനിധികൾക്കാണ് പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമ്മൾ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ എത്ര ശതമാനം കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ജനപ്രതിനിധികളോടൊപ്പം തന്നെ മറ്റ് ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് എത്ര പരിശീലനം നൽകാൻ സാധിച്ചു, പ്രത്യേകമായ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി മറ്റെന്തെങ്കിലും, അത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കിലയിലുള്ളതുപോലെ കില സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു PMU തന്നെ ഇപ്പോൾ കിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഈ സ്ഥാപിതമായ ഈ ഒരു സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പോവർട്ടി ഫ്രീ പഞ്ചായത്ത്, ഹെൽത്തി പഞ്ചായത്ത്, ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത്, വിമൻ ഫ്രണ്ട്ലി പഞ്ചായത്ത് തുടങ്ങി വിവിധ മേഖലകളിൽ SDG ഗോൾസുകളുടെ വിവിധ മേഖലകളിൽ പഞ്ചായത്തുകളെ കണ്ടെത്താനും അവർക്കാവശ്യമായ പരിശീലനങ്ങൾ നൽകാനുമാണ് കില മുൻകൈ എടുത്തു വരുന്നത്. ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ പഞ്ചായത്തുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കം, അവരുടെ നൈപുണ്യ വികസനം അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച പ്രവർത്തനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇത്തരത്തിൽ കിലയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി വരുമ്പോൾ തീർച്ചയായും വരും വർഷങ്ങളിലും കില ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിയും എന്നതിന് പുറമെ കൂടുതൽ പഞ്ചായത്തുകളെ ദേശീയ പഞ്ചായത്ത് അവാർഡിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനും കിലയ്ക്ക് സാധിക്കുമെന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കിലയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം കേരളത്തിന് ലഭിച്ച ഒരു മികച്ച അംഗീകാരമായും വിശിഷ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ലഭിച്ച ഒരു അംഗീകാരമായും ഞങ്ങൾ കാണുകയാണ്. ഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS കിലയ്ക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങും.
ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയതിന് ദേശീയ പഞ്ചായത്ത് നൽകുന്ന ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. ദേശീയതലത്തിൽ 2ാം സ്ഥാനമാണ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. പഞ്ചായത്തിന് പ്രത്യേകം അഭിനന്ദനം അറിയിച്ച മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കിലയുടെയും പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെയും നേട്ടങ്ങൾ പ്രചോദനമേകുമെന്ന് പറഞ്ഞു. കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ കൂടി നടപ്പിലാക്കുന്നതോടെ ഗ്രാമപഞ്ചായത്തുകൾ മികവിന്റെ മാതൃകകളായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലിയേറ്റീവ്, മാലിന്യമുക്ത നവകേരളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയിലേക്കായി സംസ്ഥാന തലത്തിൽ സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്താനുമാണ് സംയോജിത പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി യോഗം പ്രത്യേകമായി വിളിച്ചു ചേർക്കാനും പാലിയേറ്റീവ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയുടെ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്, റവന്യൂ മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, കോർപ്പറേഷൻ മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം അബ്രഹാം, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2025 ഇയർബുക്കും 2024 വോട്ടർ പട്ടിക സംക്ഷിപ്ത പുതുക്കലിന്റെ അവലോകന റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള ഗൈഡും രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ സെക്രട്ടറി പ്രകാശ് BS-ഉം കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ, മുൻ വർഷങ്ങളിലെ തദ്ദേശ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പുകളുടെ സ്ഥിതിവിവര കണക്കുകൾ, നിലവിലെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ പട്ടിക, തദ്ദേശ സ്ഥാപന അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കോടതി ഉത്തരവുകൾ തുടങ്ങിയ വിവരങ്ങളാണ് ഇയർബുക്കിലെ ഉള്ളടക്കം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോളിംഗ് ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ തുടങ്ങി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രയോജനപ്രദമാകുന്ന കൈപ്പുസ്തകമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് ഗൈഡ്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, MLA-മാരായ ആന്റണി രാജു, കടകംപള്ളി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് VK പ്രശാന്ത്, വി ജോയ്, അഡ്വക്കേറ്റ് വി ശശി, മേയർ ആര്യ രാജേന്ദ്രൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്വാഗതവും സബ് കളക്ടർ OV ആൽഫ്രഡ് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ തത്സമയം തീർപ്പാക്കുകയുമാണ് താലൂക്ക് അദാലത്ത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഡിസംബർ 9 ആരംഭിച്ച താലൂക്ക് തല അദാലത്തുകൾ ജനുവരി 13 വരെ നീണ്ടു നിൽക്കും. സർക്കാർ നിർദ്ദേശപ്രകാരം കില ഹെഡ്ക്വാർട്ടേഴ്സിലും സബ് സെന്ററുകളിലും മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. കില തൃശൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന മനുഷ്യാവകാശ ദിനാചരണത്തിൽ ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ IAS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കില രജിസ്ട്രാർ ടോബി തോമസ്, കില ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ദിവ്യ ഡൊമിനിക്, മറ്റ് ജീവനക്കാർ, പരിശീലനാർത്ഥികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊട്ടാരക്കരയിലെ കില CHRDC സെന്ററിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ ദിനാചരണത്തിൽ ഡയറക്ടർ സുദേശൻ V മനുഷ്യാവകാശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യാവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ജീവനക്കാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പരിശീലനാർത്ഥികൾ, കിലയിലെ റിസോഴ്സ് പേഴ്സൺമാർ, ഫാക്കൽറ്റി അംഗങ്ങൾ, കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ അതിദരിദ്ര വിഭാഗത്തിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കിയതിൽ ഉൾപ്പെട്ട 3437 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി യോഗത്തിൽ അധ്യക്ഷയായി. ഓരോ കുടുംബത്തിനും അതിജീവനത്തിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കി ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. DPC ഹാളിൽ ചേർന്ന യോഗം 27 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിയും 12 തദ്ദേശ സ്ഥാപനങ്ങളുടെ 2ാം ഭേദഗതിയും അംഗീകരിച്ചു. 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADMC പത്മചന്ദ്രക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, DPC അംഗങ്ങളായ അഡ്വക്കേറ്റ് T സരള, E വിജയൻ മാസ്റ്റർ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ഭിന്നശേഷി മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങി. ഭിന്നശേഷി സൗഹൃദ നഗരത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി മേയർ ആര്യ രാജേന്ദ്രനും സംഘവും ഏറ്റുവാങ്ങിയപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തും ഏറ്റുവാങ്ങി. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി.
ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി, വൈസ് പ്രസിഡന്റ് എൻ.എസ്. ശിവപ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എസ്. താഹ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ.ആർ. ദേവദാസ് തുടങ്ങിയവരും മേയർ ആര്യ രാജേന്ദ്രനോടൊപ്പം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ക്ലൈനസ് റൊസാരിയോ, സെക്രട്ടറി എസ്. ജഹാംഗീർ എന്നിവരും ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിപ്രിയ നിർവഹിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.ജി. ജലജകുമാരി അധ്യക്ഷയായി. കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി.എം. ബാലകൃഷ്ണൻ, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഷാജി എന്നിവരും സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള വനം വന്യജീവി വകുപ്പ് മലപ്പുറം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി ബ്ലോക്ക് ഹരിത സമിതിയുടെ സൂക്ഷ്മാസൂത്രണ രേഖ തയ്യാറാക്കുന്നതിന് പങ്കാളിത്ത ഗ്രാമ വിശകലന യോഗം ചേർന്നു. വനേതര പ്രദേശങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് പങ്കാളിത്ത വനപരിപാലന മാതൃകയുടെ വ്യാപനമാണ് ഗ്രാമ ബ്ലോക്ക് ഹരിത സമിതികളിലൂടെ നടപ്പിലാക്കുന്നത്. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി ബ്ലോക്ക് ഹരിത സമിതി പ്രസിഡന്റ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് സൈനുൽ ആബിദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.പി. മുജീബ് റഹ്മാൻ, മുതുവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ്, പള്ളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേവദാസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാർഷിക പ്രദർശന വിപണനമേള നിറപുലി അഗ്രി എക്സ്പോയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എം.കെ. റഫീഖ ലോഗോ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു. എടക്കര കൃഷി ഓഫീസർ എബിത ജോസഫാണ് നിറപുലി 2024 ലോഗോ രൂപകൽപ്പന ചെയ്തത്. ചുങ്കത്തറ ജില്ലാ കൃഷി ഫാമിലാണ് ജനുവരി 2 മുതൽ 6 വരെ മേള സംഘടിപ്പിക്കുക. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി.എസ്. താഹ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൻ.എസ്. ശിവപ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഞ്ജു പി, സെക്രട്ടറി കെ.ആർ. ദേവദാസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവം സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.കെ. ചാമുണ്ണി അധ്യക്ഷം വഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്കിൽ ഡിസംബർ 27 മുതൽ 29 വരെയാണ് കേരളോത്സവം നടക്കുക. യോഗത്തിൽ ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം. രാമൻകുട്ടി സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ പി. അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കിഫ്ബി കില ഫണ്ടുകളുടെ സഹായത്തോടെ അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നു. ഇരു മന്ദിരങ്ങളുടെയും കല്ലിടൽ ജി. സ്റ്റീഫൻ MLA നിർവഹിച്ചു. അരുവിക്കര ഗവൺമെന്റ് HSSൽ കിഫ്ബി കില ഫണ്ടിൽ നിന്ന് 3.90 കോടി രൂപയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കുന്നത്. 10,000 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ ഇരുനില മന്ദിരം നിർമ്മിക്കുക. പൂവച്ചൽ ഗവൺമെന്റ് UPSൽ കിഫ്ബി കില ഫണ്ടിൽ നിന്ന് 1.30 കോടി രൂപ ചെലവഴിച്ച് 5260 സ്ക്വയർ ഫീറ്റിൽ 3 നില മന്ദിരമാണ് നിർമ്മിക്കുന്നത്. 9 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. രണ്ടിടങ്ങളിലുമായി നടന്ന ചടങ്ങുകളിൽ അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ. കല, പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി. സനൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വെള്ളനാട് ശശി, വി. രാധിക, പ്രധാനാധ്യാപികമാരായ റാണി ആർ. ചന്ദ്രൻ, എസ്. ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം ജില്ലയിൽ ക്യാൻസർ രോഗബാധിതരായ വയോജനങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. കെ. ഗോപൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അധ്യക്ഷയായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാരൻ നായർ പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ്. കല്ലേലി ഭാഗം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ജില്ലയിലെ 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെയും പനമരം, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും സുൽത്താൻ ബത്തേരി നഗരസഭയിലെയും വാർഷിക പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കുടുംബശ്രീ തയ്യാറാക്കിയ മൈക്രോ പ്ലാനിനും ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കുടുംബശ്രീ തയ്യാറാക്കിയ മൈക്രോ പ്ലാനിനും ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അധ്യക്ഷത വഹിച്ചു. ADMK ദേവകി, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ 10 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിക്ക് അംഗീകാരമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. ഹെൽത്ത് ഗ്രാന്റ് പദ്ധതികൾക്കായി ഭേദഗതി സമർപ്പിച്ച 3 തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ കൂടി അംഗീകാരം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി അവലോകന പുരോഗതി വിലയിരുത്താനും യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പന്നഗാരിയെയും സംഘവും കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു.
16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സന്ദർശനത്തിന് എത്തിയതായിരുന്നു കമ്മീഷൻ. കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ മനോജ് പാണ്ഡ, ആനി ജോർജ് മാത്യു, ഡോക്ടർ സൗമ്യകാന്തി ഘോഷ്, സെക്രട്ടറി ഋതിക് പാണ്ഡെ, ജോയിന്റ് സെക്രട്ടറി രാഹുൽ ജെയിൻ, ഡെപ്യൂട്ടി സെക്രട്ടറി അജിത് കുമാർ രഞ്ജൻ, ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറി കുമാർ വിവേക്, ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് കുമാർ, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഓം പാൽ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ 10:30 തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും നൽകുന്ന സേവനങ്ങളും വിലയിരുത്തി. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറും IPRD സെക്രട്ടറിയുമായ S ഹരികിഷോർ, ടൂറിസം വകുപ്പ് സെക്രട്ടറി K ബിജു തുടങ്ങിയവർ ഒപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ്സുകളിലും മാലിന്യം നിക്ഷേപിക്കാൻ വേസ്റ്റ് ബിന്നുകളും മാലിന്യം വലിച്ചെറിയരുത് എന്ന ബോർഡും സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം. എല്ലാ ഡിപ്പോകളിലും ആവശ്യമായ വേസ്റ്റ് ബിന്നുകളും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സജ്ജമാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രധാന ഡിപ്പോകളിൽ ETPകൾ അഥവാ എഫ്ലൂന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സ്ഥാപിക്കും. മൊബൈൽ ETPയുടെ ലഭ്യതയും തേടും. വാഹനം കഴുകുന്ന വെള്ളം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാനുള്ള സാധ്യത തേടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTC ഡിപ്പോകളിലെ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ നിലവിലുള്ള സ്ഥിതിയും യോഗം വിശദമായി ചർച്ച ചെയ്തു. KSRTC നിർദ്ദേശിക്കുന്ന യോജ്യമായ സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചു നൽകാനും തീരുമാനമായതായി മന്ത്രി MP രാജേഷ് അറിയിച്ചു. സംസ്ഥാനത്തെ 93 ഡിപ്പോകളിൽ 69 ഇടത്ത് KSRTCയും ശുചിത്വ മിഷനും ചേർന്ന് നടത്തിയ ഗ്യാപ്പ് അനാലിസിസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച. ബാക്കി ഡിപ്പോകളിലും പഠനം പൂർത്തിയാക്കും. ഡിസംബർ 20-നകം ഓരോ ഡിപ്പോയിലും നടപ്പിലാക്കാനാവുന്ന പദ്ധതികളുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ KSRTCയെയും ശുചിത്വ മിഷനെയും ചുമതലപ്പെടുത്തി. യോഗത്തിൽ നവകേരള കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TN സീമ, LSTD സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, KSW MP പ്രോജക്ട് ഡയറക്ടർ ദിവ്യ S അയ്യർ, KSRTC CMD PS പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ CDS ഓഫീസറിന്റെ പദവി ഇനി വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി CDSന്. കുടുംബശ്രീക്ക് വീണ്ടും ഒരു പൊൻതൂവലായ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച CDS ഭരണസമിതി, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ജില്ലാ മിഷൻ എന്നിവരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിനന്ദിച്ചു. ജില്ലയിലെ താരതമ്യേന ചെറിയ CDS ആയ വെങ്ങപ്പള്ളി കഴിഞ്ഞ വർഷമാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഓഫീസ് സംവിധാനം നവീകരിക്കുക വഴി മെച്ചപ്പെട്ട സേവനം പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി നൽകാൻ CDSന് കഴിയും. 180-ലധികം അയൽക്കൂട്ടങ്ങളിൽ നിന്നായി 2000-ഓളം കുടുംബങ്ങളാണ് വേങ്ങപ്പള്ളി CDSലുള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പിന്തുണയോടെ കിലയുടെ സഹകരണത്തോടെയാണ് വേങ്ങപ്പള്ളി ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഫയലുകൾ ക്രമീകരിച്ചും CDS ഗുണമേന്മാ നയം രൂപീകരിച്ചും പൊതുജനാഭിപ്രായം സ്വീകരിച്ചുമാണ് അഭിമാനാർഹമായ നേട്ടം കുടുംബശ്രീ കൈവരിച്ചത്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ഇന്ന് നേർക്കാഴ്ചയിൽ കൊല്ലം ജില്ലയിലെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ദാരിദ്ര്യമുക്ത പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളെ കാണാം. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന കാർഷിക ഗ്രാമമാണ് പട്ടാഴി. വിവിധയിനം നാണ്യവിളകളുടെയും നെല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവയുടെയും കൃഷിയിടങ്ങളാൽ സമ്പന്നമായ ഒരു കാർഷിക പാരമ്പര്യം പട്ടാഴിക്ക് അവകാശപ്പെടാനുണ്ട്. കാർഷിക മേഖലയിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് ജലസംരക്ഷണത്തിനും മഴവെള്ളക്കൊയ്ത്തിനും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ പ്രവൃത്തികൾ 2021-22 കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനമായും കാർഷിക വൃത്തി ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള പട്ടാഴിയിലെ കർഷക സമൂഹത്തിന് കൃഷിക്കാവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ, ഗുണമേന്മയുള്ള വിത്തുകൾ, വളം തുടങ്ങിയവ എത്തിച്ചു നൽകുന്നതിനും നൂതന കാർഷിക രീതികൾ പരിചയപ്പെടുത്തുന്നതിനും പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പ്രോജക്റ്റുകൾ നടപ്പിലാക്കി വരുന്നു. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് മഴക്കുഴി നിർമ്മാണം, തോടുകളുടെയും മറ്റു ജലാശയങ്ങളുടെയും അതിർത്തി സംരക്ഷണത്തിനായി കയർ ഭൂവസ്ത്രം സ്ഥാപിക്കൽ, മൺകയ്യാലകളുടെ നിർമ്മാണം തുടങ്ങിയവ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പട്ടാഴിയുടെ കാർഷിക മേഖലയിൽ വളരെ ശക്തമായ ഇടപെടലുകളിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഗണ്യമായ രീതിയിൽ ഉയർത്തുന്നതിന് പഞ്ചായത്തിൻ്റെ
ഇടപെടലുകൾ വഴി 2021-22 സാധ്യമായിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ അറിയാം. ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. അതിനാൽ വിദ്യാർത്ഥികളുടെ ശാരീരികം 22 തൊഴിൽ തുടക്കം കുറിച്ചു. സ്കൂളിലെ PTA-യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ പ്ലേ ഗ്രൗണ്ട് പരിമിതമായതിനാൽ കുറച്ചു തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഷട്ടിൽ കോർട്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് വഴി ചെലവായ തുക 1,10,000 രൂപയാണ്. ഞാൻ GHS വല്ലപ്പുഴയിലെ കായികാധ്യാപികയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വല്ലപ്പുഴയുടെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ ഷട്ടിൽ കോർട്ട് നിർമ്മിക്കുകയുണ്ടായി. ഈ ഷട്ടിൽ കോർട്ടിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് PT പീരീഡ് കളിക്കുന്നതിനായിട്ട് സൗകര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൗണ്ട് തീരെ ചെറുതാണ്. അവിടെ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഷട്ടിൽ കോർട്ട് വന്നതുകൊണ്ട് കുട്ടികൾ PT പീരീഡ് കൃത്യമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം കുറേ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. നല്ല കഴിവുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഷട്ടിൽ കളിക്കാൻ പറ്റുന്ന. അവർക്ക് പ്രത്യേകം പ്രാക്ടീസ് കൊടുക്കാനുള്ള ഒരു സൗകര്യവും ഇത് പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ജോസ് ജോസഫ്, മുൻ പ്രസിഡന്റ് S മോഹനൻ എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജോസ് തെക്കേക്കട്ടെ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ പേര് S മോഹനൻ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതുവരെയ്ക്കും ഉണ്ടായത്? അതിദാരിദ്ര്യ ഞങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ അകത്ത് 37 പേരാണ് നിലവിൽ ഉള്ളത്. ആ 37 പേരുടെയും ജീവിത പശ്ചാത്തലത്തെ സംബന്ധിച്ച് ആദ്യമേ ഞങ്ങൾ ഒരു പരിശോധന നടത്തി. അവർക്ക് ഉണ്ടായിട്ടുള്ള നിലവിലുള്ള പോരായ്മകൾ എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്.
അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ച് കഴിക്കുവാനും അതുപോലെ തന്നെ വാങ്ങിക്കൊടുക്കാൻ ആളില്ലാത്ത സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങളിപ്പം നിലവിൽ ഭക്ഷണം, ആദ്യത്തെ കാര്യം അവർക്ക് ഭക്ഷണം ലഭ്യമാകുന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ഇപ്പോൾ തെരഞ്ഞെടുത്തതിന് ശേഷം 1 വർഷക്കാലമായി അവർക്ക് തുടർച്ചയായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനവും ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്ന സംവിധാനവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ കാര്യത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. വെള്ളത്തിൻ്റെ സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ പാലിയേറ്റീവുമായി കറക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ ചെയ്തു വരികയാണ്. കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ? ഞങ്ങളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് തികച്ചും കാർഷിക മേഖലയാണ്. എന്ന് പറഞ്ഞാൽ ഏലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്താണ് പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്ത്. ഏലമാണ് മൊത്തം ഉൽപ്പാദനം. പിന്നെ അത് കഴിഞ്ഞുള്ളത് കുരുമുളകും കാപ്പിയുമാണ്. അവർക്ക് വേണ്ട സംവിധാനങ്ങളെന്ന് പറയുന്നത് ആധുനീകരിച്ച രീതിയിലുള്ള കുരുമുളകും അതുപോലെ തന്നെയുള്ള ഏലവും. അതിനുള്ള സംവിധാനം ഞങ്ങൾ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് ഇപ്പോൾ അത് പ്രവർത്തനം ഏറ്റെടുത്ത് നല്ല ഉൽപ്പാദനശേഷിയുള്ള ഏലവും ഉൽപ്പാദനശേഷിയുള്ള കുരുമുളകും പിന്നെ കാപ്പിയും ഇപ്പം ഞങ്ങൾ അവർക്ക് പ്രോത്സാഹിപ്പിച്ച് കൊടുത്ത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ട വളങ്ങളെ, കീടനാശിനികളെ, മറ്റടക്കമുള്ള എല്ലാ സാധനങ്ങളും അവരിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തികച്ചും കാർഷിക മേഖലയാണ്. ഞങ്ങൾ കുടിയിട പ്രദേശമാണ്, ഞങ്ങളുടെ കാർഷിക മേഖലയാണ്, നഗരപ്രദേശമല്ല. അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള കാർഷിക മേഖലയ്ക്ക് വേണ്ട എല്ലാ സഹായവും കൃഷി വകുപ്പായിട്ട് ചേർന്നുകൊണ്ടും പിന്നെ മറ്റ് അഗ്രികൾച്ചറിൻ്റെ മറ്റ് വ്യവസായ യൂണിറ്റ് ഉണ്ട്, അവരുമായിട്ട് ചേർന്നുകൊണ്ട് 1 വർഷം വേണ്ട 60-70 ലക്ഷം രൂപയുടെ പദ്ധതികൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ആരോഗ്യമേഖല ഞങ്ങൾ കടന്നു വരുമ്പോൾ ആരോഗ്യമേഖല വളരെ മോശമായിരുന്നു. ഒന്ന്, ആരോഗ്യമേഖലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. ഞങ്ങൾക്ക് 2 ഹോസ്പിറ്റലാണ് അലോപ്പതി ആയിട്ടുള്ളതും പിന്നെ ആയുർവേദമായിട്ടൊന്നും ഹോമിയോ ആയിട്ട് 2 ഉണ്ട്. ഇവിടെ എല്ലാം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേശീയ തലത്തിൽ അംഗീകാരം വാങ്ങി ഞങ്ങളുടെ ഒരു ആരോഗ്യ സെൻറ്റർ, അത് കുടുംബാരോഗ്യ ആശുപത്രിയാക്കി ഉയർത്തിയിരുന്നു. അതിന് കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിലുള്ള പരിശോധന നടത്തി അതിൻ്റെ അംഗീകാരം കിട്ടി. ഇപ്പോൾ ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ വെച്ച് എല്ലാ വർഷവും മരുന്നിന് വേണ്ടി ഫ്രീ ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തരും. അപ്പോൾ അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി, ആവശ്യമുള്ള മരുന്ന്, ഡോക്ടർമാരെ, എല്ലാ സംവിധാനവും, കുട്ടികളെ പ്രത്യേക ചികിത്സാഭാവം അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ജില്ലയിലെ ഏക പഞ്ചായത്ത് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പഞ്ചായത്ത് പാമ്പാടംപാറയാണ്. ഞങ്ങൾക്ക് 52 പഞ്ചായത്താണുള്ളത്. 55 പഞ്ചായത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനെ ആണ്. അതിൻ്റെ പ്രവർത്തനം ഇപ്പം ആയുർവേദ മേഖലയിൽ നടത്തുന്നുണ്ട്. ജില്ലയിലെ 2ാമത്തെ ആയുർവേദ ആശുപത്രിയാണ്. നിലവിൽ 32 കിടക്കകളാണുള്ളത്. അതിപ്പോൾ ഞങ്ങൾക്ക് 60 വർദ്ധിപ്പിക്കാനുള്ള ഫണ്ട് 1 കോടി വെച്ച് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയെല്ലാം, ഹോമിയോ ആശുപത്രിയുടെ ആണെങ്കിലും എല്ലാ മേഖലയിലും ആവശ്യത്തിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി 2 ബിൽഡിംഗ് പൂർത്തീകരിച്ചു കൊടുത്തു. 2 കോടി 30 ലക്ഷം രൂപ മുടക്കി 2 വലിയ ബിൽഡിങ്ങും ആരോഗ്യ മേഖലയിൽ തീർത്തു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇന്ന് ജില്ലയിൽ 11ാം സ്ഥാനമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കുള്ളത്. അത് ഒരു മാസം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് ഞങ്ങൾക്ക് 4.5 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇത് നിർമ്മാണം ചെയ്തു. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ മറ്റ് ഏജൻസികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി ഞങ്ങൾ പുതിയതായിട്ട് 40 സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. അത് ഹോട്ടലുണ്ട്, തയ്യൽ യൂണിറ്റ് ഉണ്ട്, ബാഗ് നിർമ്മാണമുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി വലിയൊരു യൂണിറ്റ്, സംസ്ഥാന തലത്തിൽ അവാർഡ് മേടിച്ചൊരു യൂണിറ്റ് ഉണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ മേഖലയിൽ നഴ്സറി ആയിക്കൊണ്ട് ആ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് ആ മേഖലയിലും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലയിൽ ദുരന്ത നിവാരണ സേനയ്ക്ക് ഞങ്ങൾ 15 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ഞങ്ങൾ അധികാരമേറ്റ് 2021 തന്നെ അത് രൂപീകരിച്ചിട്ടുണ്ട്.
ഏത് ദുരന്തം എപ്പോൾ ഉണ്ടായാലും ഞങ്ങൾ അതിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടെ ഞങ്ങൾക്കുണ്ട്. അപ്പോഴത്തന്നെ ആ 15 അംഗ ബോഡി അതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്ന് അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിനൊരു നല്ല വിങ്ങിനെ ഞങ്ങൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയാണ്. ദുരന്ത സാധ്യത മേഖല ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഉള്ള സ്ഥലമില്ല. ഫ്ലഡൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ മരങ്ങൾ വീണു. ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ കാറ്റും മഴയും വരുമ്പോൾ മരങ്ങൾ വീഴുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ വലിയ ഏലക്കാടുകളല്ലേ, മൊത്തം ഏലക്കാടുകളാണ്. അപ്പോൾ ആ മണ്ണിടിച്ചിലെ ഏലക്കാടിലെ സംഭവം അതൊക്കെ വരുമ്പോഴത്തേനും ഈ ദുരന്തസേനയും പൊതുസമൂഹത്തിനും കൂട്ടി നിർത്തി ഞങ്ങളത് പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യും. അതിനുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രകൃതി രമണീയത ഏറ്റവും നല്ല സ്ഥലം. ഞങ്ങൾക്കൊരു പ്രശ്നമുള്ള ടൂറിസം ഞങ്ങൾക്കില്ല. ടൂറിസം സാധ്യതയുണ്ട്. ഇപ്പം ഞങ്ങളൊരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തപ്പോൾ അവർ വന്ന് പരിശോധിച്ചിട്ട് 300 കോടി രൂപയാവും. അതായത് റോപ്പയുണ്ട് ഞങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത്, തൊട്ടടുത്ത പഞ്ചായത്ത് പിന്നെ നെടുങ്കണ്ടം എന്ന് പറയുന്നതാണ്. അപ്പം ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് പോകാനുള്ള ഹൈറ്റുള്ള സ്ഥലമാണ്. ഭയങ്കര ഹൈറ്റുള്ള ഒരു മേഖലയുണ്ട്. അവിടെ നിന്ന് ഒരു റോപ്പ ഫിറ്റ് ചെയ്ത് ആൾക്കാർക്ക് കാണിച്ച് നല്ല വ്യൂ കിട്ടുന്നതാണ്. അതിനുള്ളൊരു ഇതെല്ലാം തയ്യാറാക്കി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി അത് ലഭ്യമാവുള്ളൂ. അത് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ടൂറിസം ഉള്ളൂ. ഞങ്ങൾക്ക് ടൂറിസത്തിനുള്ള പ്രത്യേക സ്ഥലം വേറെ ഇല്ല. അപ്പോൾ ടൂറിസം മേഖല എന്ന് പറയാൻ പഞ്ചായത്തിൻ്റെ അത് ഞങ്ങളുടെ പരിസരത്തുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ടൂറിസം ഇല്ലാത്തത്. ബാക്കി എല്ലാ പഞ്ചായത്തും ഉണ്ട്. കർണാപുരം, രാമക്കൽമേടൊക്കെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് 10 കിലോമീറ്റർ വ്യത്യാസമുള്ളതാണ്. അവിടെ എല്ലാം ഭാവി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു ക്രെമറ്റോറിയത്തിനാണ്. ഞങ്ങൾക്ക് നിലവിലൊരു ക്രെമറ്റോറിയം ഉണ്ട്. അതൊരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ ക്രെമറ്റോറിയം ആധുനീകരിച്ച് ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾക്ക് ആവശ്യ സ്ഥലമുണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2.5 കോടി രൂപ മുടക്ക് വരുന്ന ഒരു ക്രെമറ്റോറിയത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് വലിയ താമസമില്ലാതെ ഞങ്ങളത് പൂർത്തീകരിക്കും. അത് ഞങ്ങളെ സംബന്ധിച്ച് പരിസരത്തെങ്ങും ഇല്ല, ശ്മശാനം വേറെയില്ല. അപ്പം മറ്റ് പഞ്ചായത്തുകളും നമ്മുടെ അവിടെ കൊണ്ടുവന്ന് അടക്കുന്നുണ്ട്. ഇപ്പം അതൊന്ന് ആധുനീകരിച്ച് എടുക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ പഞ്ചായത്ത് ടർഫ് നിർമ്മിച്ചിട്ടില്ല. ഞങ്ങൾ പരിശോധിച്ചാൽ ഒരു പഞ്ചായത്തിലും ഇല്ല സ്വന്തമായിട്ട് ടർഫ്, സ്കൂളിനും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഒരു പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഒരു ടർഫും അവിടുത്തെ ഒരു UP സ്കൂളിന് ഒരു ടർഫുമായിട്ട് 2 ടർഫ് നിർമ്മിച്ച് ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. ഇപ്പോൾ 2 സ്ഥലത്തുമായിട്ട് 150 പിള്ളേർ കളിക്കുന്നുണ്ട്. ശനിയും ഞായറുമായിട്ട് കൊച്ചു കുട്ടികൾക്ക് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ വിനോദവും അതിൻ്റെ അകത്തുണ്ട്. ഈ ടർഫിൻ്റെ അകത്തുണ്ട്. 75 ലക്ഷം രൂപ മുടക്കിയാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ ഇന്നത്തെ വളർന്നു വരുന്ന കുട്ടികളെ ഒന്ന് കുറേ ആ സ്വഭാവ രീതിയിൽ നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാടനുസരിച്ചാണ്. വൈകുന്നേരങ്ങളിൽ പ്രായം ചെന്നവർക്കും ഉപയോഗിക്കാം. രാത്രി 12 മണി വരെ ഇത് ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള തുറന്ന പ്രവർത്തനം ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ആരോഗ്യ മേഖലയിൽ കുറേ കൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. കൃഷി മേഖലയിലുണ്ട്. അതിനുള്ള ഒരു ഫോർമുല ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അതായത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. വരുമാനം കുറവുള്ള പഞ്ചായത്താണ്. ഞാൻ പറഞ്ഞല്ലോ ഏലക്കാടുകളാണ്. എല്ലാം 5 ഏക്കറിന് മേളിലേക്കുള്ള കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. വളരെ ഈ കുടിയുടെ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ആ മേഖലയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതിന് പുതിയ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ച് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം 125 റോഡുകൾ പൂർത്തീകരിച്ചു. മെയിൻ റോഡുകൾ മുഴുവൻ VMC റോഡാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ പാലങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ മേഖലയിൽ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ റോഡുകൾ പൂർത്തീകരിക്കാനുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതിയായിരുന്നു. കുടിവെള്ള പദ്ധതി തുടങ്ങാൻ പോവുകയാണ് ഞങ്ങൾ. 90 കോടി രൂപ ജലവകുപ്പുമായി ബന്ധപ്പെട്ട് ജലജീവൻ പദ്ധതി കൂടെ ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. 15% പൈസ ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങി ബാക്കി പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെയും കേന്ദ്ര പഞ്ചായത്തിൻ്റെ എല്ലാം കൂടെ കേരളത്തിൻ്റെ എല്ലാം കൂടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അതിന് 90 കോടി രൂപയാണ്. അതാണ് ഞങ്ങളുടെ ഇപ്പം ഇനിയുള്ള ഈ ഒരു വർഷത്തിനിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന 2 എണ്ണമാണ്. ഒന്ന് കുടിവെള്ള പദ്ധതിയും മറ്റൊന്ന് മുമ്പേ ഈ പറഞ്ഞ ക്രെമറ്റോറിയത്തിൻ്റെയും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പണി ഏതാണ്ടോ 40% കുടിവെള്ളത്തിൻ്റെ ആയിട്ടുണ്ട്.
അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം തീരും. മറ്റ് അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഏതാണ്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പം ഞങ്ങളൊരു 100 വീടിന് പൈസ കൊടുത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ 3.5 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളുകളാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. 2850 കുട്ടികളുണ്ട്. ആ ജില്ലയിലെ മണ്ഡലത്തിൻ്റെ അകത്തെ തന്നെ എന്ന് പറഞ്ഞാൽ കോതമംഗലം മുതൽ മണ്ഡലം കിടക്കുകയാണ്. മണ്ഡലത്തിൻ്റെ അകത്ത് തന്നെ ഏറ്റവും വലിയ ഹയർ സെക്കൻഡറി സ്കൂളാണ്. 2800 ചില്ലുവാണ് കുട്ടികൾ പഠിക്കുന്നത്. അവിടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി വലിയ മെച്ചപ്പെട്ട രീതിയിൽ ആ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. സ്കൂളുകളെല്ലാം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർക്കുകൾ സ്കൂളുകൾക്കെല്ലാം പാർക്കുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് ഞങ്ങൾക്ക് വാഹനം ഞങ്ങൾ എടുത്തു. അടിസ്ഥാന സൗകര്യങ്ങളെന്ന നിലയിൽ നിലവിൽ 16 അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒരു അംഗത്തിന് 25,000 രൂപ വെച്ച് മാസം വരുമാനമുണ്ട്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ മേഖലയിൽ ആ വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ വഴി ഞങ്ങൾ വന്നതിന് ശേഷം 45 കോടി രൂപയാണ് വിവിധ പദ്ധതികൾ കൂടെ വിതരണം നടത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ 2.25 കോടി രൂപ സബ്സിഡി വിതരണം നടത്തി. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വന്നാണ് വിതരണം നടത്തിയത്. കുടുംബശ്രീ സംരംഭങ്ങൾ, വനിതാ ഹോട്ടൽ, കുടുംബശ്രീ ഹോട്ടൽ, തയ്യൽ യൂണിറ്റ്. ഇപ്പം ഞങ്ങൾ നേരത്തെ PSCയുടെ കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ പുനരാരംഭിക്കാൻ പോവുകയാണ് കോച്ചിങ് സെൻറ്റർ. അങ്ങനെ കുടുംബശ്രീ വഴിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പദ്ധതി ആ കാര്യത്തിൽ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 45 കോടി രൂപ എന്ന് പറയുമ്പം മോശമല്ല. 4050 കുടുംബശ്രീ അംഗങ്ങളാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. എല്ലാ വീട്ടിലും ഇതിൻ്റെ സഹായം എത്തിക്കുവാനും അവർക്ക് സ്വയം പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജില്ലയിൽ മനോരമ അവാർഡ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് 2023-24 അവാർഡ് ഞങ്ങൾക്കാണ് ലഭ്യമായത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ജില്ലയിലെ കുടുംബശ്രീ 1 കുടുംബശ്രീയായിട്ട്. അപ്പം ആ മേഖലയിൽ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആ മേഖലയിൽ നടത്തുന്നുണ്ട്. പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ബാലസഭ അടക്കമുള്ളത് യോഗം ചേരുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ബാലസഭയുണ്ട്, അവരുടെ പ്രത്യേക ഗ്രാമസഭ എല്ലാ വർഷവും ചേരാറുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ യോഗം ചേർന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടത് ഈ ഊന്നുവടിയും അതുപോലെ തന്നെ വാക്കറടക്കമുള്ള സംവിധാനങ്ങൾ അവരുടെ പോരായ്മ എന്താണെന്ന് നോക്കിയിട്ട് അവരെയും ആ രീതിയിൽ സഹായിച്ചത്. എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ അകത്ത് ഉള്ള എല്ലാ ആൾക്കാരെയും പരിഗണിച്ചുകൊണ്ട് ഈ ഭരണസമിതി ഇപ്പം 3.5-4 വർഷത്തോളം പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ ചെറിയ ഫണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 68 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇത് കൂടാതെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ഈ ജല പദ്ധതി കൂടാതെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയും ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ്. അത് വലിയ താമസമില്ലാതെ ഞങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും. അതാണ് ഞങ്ങൾക്കുള്ളത്. ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.